ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്ന് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 4ാമത്തെ അടിപൊളി എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത്? ഡീമൻ ഹാരൻ ഹോളിൽ ചെന്ന് ആ ഹോള് പിടിച്ചടക്കി. ബേല ക്രിസ്റ്റൻ കോള് വാറിന് ആൾക്കാരെ കൂട്ടാൻ ഇറങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് റെനീറയുടെ അടുത്ത് ചെന്ന് പറയാണ്. റെനീറ ആലിസന്റിനോട് സംസാരിച്ചിട്ടെങ്കിലും ഈ യുദ്ധം തടയണമെന്ന് പറഞ്ഞ് അവളെ ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ലോക മണ്ടികാരനാണ് ഈ വാറ് തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. എന്തൊരു മണ്ടത്തരാണ് ആ പൊട്ടിക്കളി ചെയ്തത്. ബുദ്ധിയും ബോധവും ഇല്ലാതെ എന്തോ തുടങ്ങി വെച്ചു, അത് കൈവിട്ടു പോയി. ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ എന്താ സംഭവിക്കണമെന്ന് കാണാം. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഡീമൻ ഒരു ഡ്രീമിലാണ്. ആ ഡ്രീമില് പഴയ റെനീറ വന്നിട്ട്, കൊച്ചു റെനീറ വന്നിട്ട് പറയും, നീ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീമൻ. ഓൾ ബിക്കോസ് ഓഫ് യുവർ ബ്രദർ ലവ്ഡ് മീ മോർ ദാൻ ഹി ഡിഡ് യു. നിന്റെ സഹോദരൻ നിന്നേക്കാളേറെ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നീ എന്നെ വെറുക്കുന്നുവോ? ദേഷ്യം വന്ന ഡീമൻ റെനീറയുടെ കഴുത്ത് വെട്ടും. അവള് പറയാണ് താഴെ കിടന്നിട്ട്, തലയെ കറ്റിട്ട്, ഇതല്ലേ നിനക്ക് വേണ്ടത്? എന്നെ കൊല്ലണം, എന്റെ സ്ഥാനം പിടിച്ചെടുക്കണം, അതാണോ നീ ആഗ്രഹിച്ചത്? ഈ സ്വപ്നം കണ്ടവൻ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ ലോഡ് വന്നിട്ട് പറയും, ഒരു റേവൺ വന്നിട്ടുണ്ട് മൈലോഡ്. ഏഗന്റെ ആർമി കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അവരാദ്യം കാസിൽ റോസ്ബിയിലേക്ക് പോകും, പിന്നെ സ്റ്റോക്ക് വർത്ത്. അവരെല്ലാം അടിച്ചിട്ട് അവരത് സ്വന്തമാക്കി എന്നാണ് കേട്ടത്. അവരടുത്ത് ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത്. ക്രിസ്റ്റൻ കോള് ഹാരൻ ഹോൾ ആയിരിക്കണം അവരുടെ ഡെസ്റ്റിനേഷൻ. ഇപ്പം എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും ഡേമൻ. ലോർഡ് പാരമൗണ്ട് വന്നിട്ടുണ്ട്. പാരമൗണ്ടിലെ ലോർഡിനെ ഡേമൻ വിളിച്ചു വരുത്തിയതാണ്. അതൊരു കൊച്ചു പയ്യനാണ്. അവൻ്റെ പേര് ടള്ളി എന്നാണ്, സർ ഓസ്കർ ടള്ളി. റിവറത്തിലെ അടുത്ത അവകാശി കൊച്ചു പയ്യൻ. അപ്പം ഇപ്പം ലോഡായിട്ടുള്ള നിന്റെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നു എന്ന് ഡീമൻ ചോദിക്കും. മുത്തശ്ശൻ കിടക്കുവാണ്, സുഖമില്ലാതെ മരണക്കിടക്കയിലാണ്. ഡീമൻ പറയും, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല, ഒരു തലേനെടുത്ത് പുള്ളിയുടെ മോന്തെ വെച്ച് അമർത്തി കൊന്നുകളെ, എന്നിട്ട് സ്ഥാനം നീ പിടിച്ച് എനിക്ക് ആർമിതാ. അപ്പം ആ ചെറുക്കൻ പറയും, അദ്ദേഹത്തെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല, എനിക്കങ്ങനെ കൊല്ലാൻ പറ്റില്ല, ദാറ്റ്സ് നോട്ട് അവർ വേ. അപ്പോൾ ഡീമൻ, എന്നാൽ നിന്നെക്കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവുമില്ല. നിങ്ങളുടെ ഹൗസിൻ്റെ കീഴിലുള്ള ബ്ലാക്ക് വുഡ്സും ബ്രാക്കൻസും തമ്മിൽ അടിയുണ്ടാക്കുന്നത് നിങ്ങളൊന്നും പേടിയില്ലാഞ്ഞിട്ടാണ്. ഒരു ബലമുള്ള ലോഡുമാര് നിങ്ങളുടെ ലാൻഡിനില്ല. ഇപ്പം ആരാണ് നമ്മളുടെ സപ്പോർട്ടെന്ന് ഡീമൻ ഈ തന്തലോടിനോട് ചോദിക്കുമ്പോൾ തന്തലോട് പറയും, ഹൗസ് ബ്രാക്കൺ പച്ചപ്പടയനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ആലിസന്റിനെ. ബ്ലാക്ക് വുഡ്സ് ആണ് നമ്മുടെ പക്ഷത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് വുഡിന്റെ ലോഡിന് വരാൻ പറയും, എനിക്ക് അയാളുമായിട്ട് സംസാരിക്കണം, ബ്രാക്കൺസിനെ ഒത്തുകൂടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഡീമൻ പറയും. ഈ സമയത്ത് റെയ്നിസ് തന്റെ കെട്ടിയവനെ കാണാൻ ചെല്ലുന്നു. അപ്പോഴാണ് കെട്ടിയവനെ രക്ഷപ്പെടുത്തിയ ആലിനെ കാണുന്നു. ആലിൻ, നിന്നെ എൻ്റെ കെട്ടിയവൻ കപ്പിത്താനാക്കിയല്ലേ, നീയാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയെന്ന് കേട്ടു, വളരെ നന്ദിയെന്നും പറഞ്ഞിട്ട് ഇവൾ ആ ചെറുക്കനെ തൊട്ടു നോക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇത് വെലാരിയന്റെ മകനാണ്, വെലാരിയന്റെ ബാസ്റ്റഡ് സണ്ണാണ്. അപ്പോഴാണ് വെലാരിയൻ വന്നിട്ട്, നീ എന്താ ഇവിടെ കാണിക്കുന്നത്, പണിയൊക്കെ കഴിഞ്ഞോ, പൊടർക്കാന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. റെയ്നിസ് തന്റെ ഭർത്താവിനോട് പറയും, ഈ പയ്യനാണല്ലേ നിങ്ങളെ വെള്ളത്തിൽ നിന്നെടുത്ത് ബോട്ടിലേക്ക് ഇട്ടത്, നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ വലിയ സേവയാണ് അവൻ ചെയ്തത്, എന്നിട്ട് എന്തുകൊണ്ടത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? വെലാരിയൻ കോളിസ് പറയും, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്നാൽ റെയ്നിസ്, എനിക്കവൻ ആരാണെന്നറിയാം കോളേസ്, എനിക്കവൻ ആരാണെന്നറിയാം. അവൻ ആരായാലും നിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ജനനം അവനെ തെറ്റുകാരനാക്കുന്നില്ല. അവൻ നല്ല രീതിയിൽ വളരുകയും ഹോണർ ചെയ്യുകയും ചെയ്യപ്പെടണം. ഇവിടെ ഒളിച്ചു കിടക്കുകയല്ല വേണ്ടത്. അത് കേട്ട് വെലാരിയൻ പറയും, നീ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എന്താണ് കാര്യം എന്നുള്ളത് പറയും. അപ്പോൾ റെനീസ്, ബേല എന്നെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വിളിച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. റെനീറ ആരോടും പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് കൗൺസിൽ അത്ര ബലത്തിലല്ല, സപ്പോർട്ടിന് വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. വെലാരിയൻ ചോദിക്കും, ആ പെണ്ണ് ഇപ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? ഈ ഒരു സമയത്ത് ഭ്രാന്താണോ ആ കുടുംബത്തിന് മൊത്തം? റെനീസ് പറയും, ഞാൻ എല്ലാവരെയും ഒത്തുചേർത്ത് ഈ യുദ്ധത്തിനൊരു പോംവഴി കണ്ടെത്തുകയാണ്, എനിക്കെല്ലാവരും ഒരുമിച്ച് വേണം എന്നാണ് ആഗ്രഹം, അതിനു മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് പൊക്കളെ. അവിടുന്ന് കട്ട് ചെയ്ത കിങ്സ് ലാൻഡിങ്ങിൽ മേസ്റ്റർ ഒരു മരുന്ന് കൊണ്ടുവന്ന് ആലിസന്റിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന പെണ്ണിന്റെ കാര്യം എന്നോട് പറഞ്ഞോളൂ, അവർക്ക് വേണ്ട മരുന്ന് ഞാൻ കൊടുക്കാന്ന് പറയും. ആലിസന്റ്, ഞാൻ പറയാം, ഞാൻ ആ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അടുത്ത് നിന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് ആലിസന്റ് ഗ്രാൻഡ് മേസ്റ്ററോട്, മേസ്റ്റർ, നിങ്ങൾ എൻ്റെ ഭർത്താവിന്റെ കൂടെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏഗൺ തന്നെയാണ് അടുത്ത രാജാവാകേണ്ടത് എന്നുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? മേസ്റ്റർ പറയും, എന്നോട് അതിനെക്കുറിച്ച് പുള്ളി സംസാരിച്ചിട്ടില്ല യുവർ ഗ്രേസ്, എനിക്കറിയില്ലെന്ന്. സോ ആലിസന്റിന് എന്തായാലും സംശയം മാത്രമല്ല, ഏകദേശം ഉറപ്പാണ് തന്റെ മണ്ടനായ മകനെ എന്തായാലും ബുദ്ധിയുള്ള കെട്ടിയോൻ ഒരു രാജാവായിട്ട് വാഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു, മനസ്സില്ലായിരുന്നു. ഇപ്പം എന്തായാലും അത് ഏതോ പെണ്ണിനാണെന്നും പറഞ്ഞ് മേസ്റ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മരുന്ന് ആലിസന്റ് തന്നെയാണ് കുടിക്കുന്നത്. സംഭവം അവൾ ഗർഭിണിയാണ്, ക്രിസ്റ്റൻ കോളിന്റെ കൊച്ചായിരിക്കണം വയറ്റിൽ. കെട്ടിയോൻ മരിച്ചിട്ട് ഗർഭിണിയായാൽ അത് പേരുദോഷമല്ലേ? സോ ആ ഒരു കൊച്ചിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കഴിക്കുന്നത്.
കട്ട് ചെയ്താൽ ഡ്രാഗൺ സ്റ്റോൺ അവിടെ ഇപ്പൊ റെനേറയില്ല. കൗൺസിലിൽ വേറെ ആൾക്കാരൊക്കെയാണുള്ളത്. ബെയ്ല പറയും ക്രിസ്റ്റൻ കോൾ ഇപ്പോ രാത്രി മാത്രമാണ് യാത്ര ചെയ്യുന്നത്. അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അവന്റെ ആക്ടിവിറ്റീസ് മനസ്സിലാവുന്നില്ല. നോർത്ത് വെസ്റ്റിലേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഒരു താടിക്കാരൻ ലോഡുണ്ട്. ആദ്യം മൂലേ ചൊറിയനാ പുള്ളി. നീ കണ്ട ഉടനെ ആ ചങ്ങായനെ കത്തിച്ച് കളയണമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇവിടെ വന്ന് സംസാരിക്കല്ല വേണ്ട. ആൽഫ്രഡ് എന്നാണ് പുള്ളിയുടെ പേര്. ബേല പറയും അടുത്ത തവണ താൻ തൻ്റെ ഡ്രാഗണുമായിട്ട് അവരെ കാണുമ്പോൾ കത്തിച്ച് കളഞ്ഞേക്കി. എനിക്ക് കിട്ടിയ ഓർഡറാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ജഹേരിസ് ബേലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിവരങ്ങളെങ്കിലും നമുക്ക് കിട്ടുന്നത്. അതാരും മറക്കരുത്. അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് പറയും. റെയ്നിസ് ഇപ്പൊ കോൾ വലിയൊരു ആർമി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പോകുന്നിടത്തെല്ലാം അവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അവന്റെ ഭാഗത്തേക്ക് തിരിക്കുന്നു. ഇനി അവന്റെ അടുത്ത മൂവ് എന്തായിരിക്കണം? ഹാരൻ ഹോളിലേക്ക് ഡേമന്റെ അടുത്തേക്ക് റേവൻ അയച്ചില്ലേ? എന്തെങ്കിലും മറുപടി വന്നായിരുന്നോ? ഇല്ല, മറുപടി ഒന്നും വന്നിട്ടില്ല. ഇപ്പോ ഗ്രേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ടീമിനെ നയിക്കാൻ ആരെങ്കിലും വേണമല്ലോ എന്ന് ആൽഫ്രഡ് പറയും. അവൻ ആളത്ര ശരിയുള്ള ആളല്ല. ജഹേരീസ് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയും. ആൽഫ്രഡ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ കൗൺസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ബലമുള്ള ഒരാൾ വേണ്ടേ? റെയ്നിസ് അതുതന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഫ്രഡ്. ഈ കൗൺസിൽ അടിച്ച് പിരിയാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ ആൽഫ്രഡ് ഒച്ച വെച്ചിട്ട് നിങ്ങളുടെ ശബ്ദത്തിന് എന്താ ഒരു തൂക്കം കൂടുതൽ? നിങ്ങൾക്കിവിടെ പ്രത്യേക സ്ഥാനമൊന്നുമില്ലല്ലോ. നിങ്ങളൊരു മെമ്പറല്ലേ. ക്വീൻ ഒരിക്കലും നിങ്ങളെ ഹാൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നമുക്ക് അലൈസ് വേണം, കമാൻഡ് വേണം, വെസൽസ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് പുള്ളി അവിടെ കിടന്ന് മെയിനാവുകയാണ്. അപ്പോഴാണ് യഥാർത്ഥ നായകൻ വരുന്നത്. ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മൂത്ത തന്തയില്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും കിടന്ന് ഒച്ച വയ്ക്കുന്നു പറയില്ലേ? അതുപോലെ ഒച്ച വയ്ക്കുമ്പോഴാണ് ആരടാ അവിടെ, എന്താണ് അവിടെ, സ്വരശബ്ദമെല്ലാം കൂടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് പെലാരിയം കയറി വരിക. പെലാരിയം പിന്നെ മാസ്റ്റർ ദ ഗൺ ഓഫ് സ്റ്റെബിലിറ്റി യൂണിയൻ പ്രൊക്ലമിനേഷൻ അല്ലേ? അങ്ങേരെ ഇവർക്കെല്ലാം പേടിയുണ്ട്. തട്ടിക്കളയും. അവർ എനിമീസ് ഓൺ ദ മാർച്ച്. വിവരവും വിദ്യാഭ്യാസവുമുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംസാരിക്കേണ്ടത്. റാണി ഇവിടെ ഇല്ലാത്ത സമയത്ത്. അല്ലാതെ തമ്മി അടിക്കാനോടെ കിഴങ്ങന്മാരെ. ബ്ലഡി ഇഡിയറ്റ്സ്. ആരൊക്കാടാ ഇവിടെ ഒച്ച വെക്കണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും പിന്നെല്ലാം സൈലൻ്റായി. റെയ്നിസ് പറയും നമുക്കിപ്പോൾ ക്വീൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. എന്നാൽ അവരുടെ ചെയ്തികളെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഷീസ് വൈസ്. നമുക്ക് കാത്തിരിക്കാം അവരെന്താണ് ചെയ്യണേന്ന് അറിയുന്നത് വരെ. റെയ്നിസിനറിയാം അവൾ എന്താ ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ. സമാധാനത്തിന് വേണ്ടി പോയതാണ്. ചേച്ചി സമാധാനം നടക്കില്ല എന്ന അറിവോടെ തിരിച്ചു വരും എന്തായാലും. ഇപ്പോൾ ഇവിടെ ക്രിസ്റ്റൻ കോളും ടീമും ഹൗസ് ഡാർക്ലിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി. അവരെ പടയിൽ ഒരുപാട് പേരെ കൊന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് ഞങ്ങൾക്ക് കീഴ്പ്പെടുവോ, കീഴ്പ്പെടാത്തവരുണ്ടെങ്കിൽ കൊന്നുകളയെന്നവർ പറയുന്നു. അതിൻ്റെ ഒരു ലോഡുണ്ട്, ഡാർക്ലിൻ്റെ ലോഡ്. പുള്ളിക്കാരൻ മുട്ടുകുത്തുന്നില്ല, കീഴടങ്ങില്ല. സോ ആ ലോഡിനെ ഇവർ കൊല്ലാൻ കൊണ്ടുവരുവാണ്. ലോഡ് കോളിനോട് ചോദിക്കും, ഒരു മര്യാദയൊന്നുമില്ലേ കോൾ ഈ ഭൂമിയിൽ? സ്വന്തം റാണിയുടെ നാട്ടിലെ ലോഡുമാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന നീയൊക്കെ ഒരു കിങ് മേക്കറാണോടോ? നാണം കെട്ടവനെന്ന് പറഞ്ഞ് അയാള് ഇവനെ നോക്കി തുപ്പും. എന്നിട്ട് ഈ വൈറ്റ് ക്ലോക്ക് ധരിക്കാൻ നിനക്ക് ഒരു അവകാശമില്ലടാ മാനം കെട്ട മനുഷ്യനെ. നീ എന്തിനു വേണ്ടിയിട്ടാടാ ജീവിക്കുന്നത്? എവിടെയാടാ ന്യായവും ധർമ്മവും? നിങ്ങളാണോ ഭരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഞാൻ ഇത്രയും നല്ല മരണം നിനക്ക് തരുന്നില്ലേ? അതെന്നെ വലിയ കാര്യമാണെന്നും പറഞ്ഞ് കോൾ കത്തി ആഞ്ഞു വീശാൻ തുടങ്ങും. നീ ഇനി അധികം കാത്തിരിക്കേണ്ട, നിന്റെ മരണവും വരാൻ പോകുന്നു എന്ന് ഈ ഡാർക്ലിൻ പറയുന്നുണ്ട്. ഒറ്റവെട്ട് ആ ലോഡിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇവൻ നെഞ്ചും വിരിച്ച് നടന്നു പോവാണ്. ബാക്കിയുള്ളവരെല്ലാം ഒട്ടുകൊത്തുന്നുണ്ട്. ഒരു ചളിച്ചക്കൻ, രസമൊന്നുമില്ല, ഇതിനും ഭേദം ഡീമനാണ്. അപ്പോഴാണ് പുള്ളിക്കാരനൊരു റേവൺ വരുന്നു. എന്താണെന്നറിഞ്ഞില്ല. റേവൺ കിട്ടിക്കഴിഞ്ഞ് ഈ പടയുമായി, ഈ ഒത്തുകൂട്ടിയ എല്ലാ പടയുമായിട്ട് നോർത്ത് ഈസ്റ്റിലേക്കാണ് കോള് അവരാൾക്കാരെയും കൊണ്ട് പോകുന്നു. അപ്പോൾ ആലിസന്റെ അനിയൻ ചോദിക്കുന്നുണ്ട്, ആരൻ ഹോൾ വെസ്റ്റിലല്ലേ, പിന്നെന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നു? അത് നീ ഇപ്പം അറിയണ്ടെന്ന് പറയും കോൾ. ഈ സമയത്ത് കിങ്സ് ലാൻഡിങ്. രാജാവ് ദേഷ്യത്തിലാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഡ്രാഗൺസിനെ അയക്കാന്ന്. ഇപ്പൊ കണ്ടോ, ഡീമൻ ഹാരൻ ഹോൾ കൈക്കലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് തന്റെ ക്യാസിലല്ലടോ, ലോർഡ് ലാരിസ്. എന്നിട്ട് വായടച്ചിരിക്കുന്നു. ലാരിസ് പറയും, ആ ക്യാസിലിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല യുവർ ഗ്രേസ്. കാരണം അവിടെ 10 പൈസയില്ല. ദാറ്റ്സ് എ ക്രിപ്പിൾഡ് ക്യാസൽ. ഇപ്പൊ നമ്മുടെ മൊമെന്റ്സുകൾ ഒന്നും തന്നെ പരാജയമല്ല. ആ ഫാൾസ് ക്വീൻ അവളുടെ ഐലൻഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഡീമൻ ഹാരൻ ഹോളിൽ പടയില്ലാതെ ചെന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരൊന്നും നമ്മളെ എതിർക്കാനും മാത്രം വളർന്നിട്ടില്ല. ഇനി ശ്രമിച്ചാലും അവർക്കൊരു ആർമി ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാവരും നമ്മുടെ ഭാഗത്തായിരിക്കും. ഏകം പറയും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞണം, എന്നോട് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ നിങ്ങളല്ല തീരുമാനം എടുക്കുന്നത്. എൻ്റെ അലൈസ് ആരാ, എനിമീസ് ആരാ, അതെല്ലാം ഞാൻ അറിയണം. അപ്പൊ ഏമണ്ട് ക്രിസ്റ്റൻ ഇപ്പൊ റോക്ക് ക്രസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ആ ക്യാസിൽ നമുക്ക് സ്വന്തമാക്കാൻ പോകുന്നു. അത് കേട്ട് ഏകൻ, ആ കാര്യം എന്നോടാരും പറഞ്ഞിട്ടില്ലല്ലോ. ഏമണ്ട് പറയും, കോൾ അത് സ്വന്തമാക്കി കഴിഞ്ഞ് അവിടെ വെച്ച് ഡ്രാഗൺ സ്റ്റോൺ കംപ്ലീറ്റ്ലി നമ്മൾ കട്ട് ഓഫ് ചെയ്യും. പിന്നെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് ഒരു കയറ്റുമതി ഇറക്കുമതി ഉണ്ടാവില്ല. ഇത് കേട്ട് ഏകൻ, അതൊന്നും പാടില്ല. ഹാരൻ ഹോൾ ആദ്യം നമുക്ക് തിരിച്ചു പിടിക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. അവരെല്ലാം അങ്ങോട്ട് പറഞ്ഞോട്. ഏമണ്ട് ഉടനെ, കോൾ ഓൾറെഡി അവന്റെ അറ്റാക്കിന് മാർച്ച് ചെയ്ത് തുടങ്ങി. ഇനി തിരിച്ചു വിളിക്കാനൊന്നും പറ്റില്ല. അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഏകൻ ദേഷ്യപ്പെടുകയാണ്. നിന്നോട് പറഞ്ഞിരുന്നു?
പറഞ്ഞിരുന്നോ? ഞാനല്ലേ രാജാവ്, എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? അപ്പോൾ ഏമണ്ട് വെലാരിയൻ ഭാഷയിൽ പറയും, നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു യുവർ ഗ്രേസ്. നിങ്ങൾക്ക് മസാജ് ചെയ്തു തരുന്ന ആരാണ്, കപ്പലിൽ ബിയർ ഒഴിച്ചു തരുന്ന ആരാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയിലായിരുന്നു നിങ്ങൾ. കോർട്ടിൽ എന്താണ് നടക്കണേന്നുള്ളത് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയ ഒരു വൈസറായിട്ടുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവതരിപ്പിക്കുക, ഒച്ച വെച്ച് പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഏമണ്ടിനറിയാം ഏഗൺ പൊട്ടനാണ്, ഒന്നും പറയാനും ചെയ്യാനുമുള്ള ബുദ്ധിയൊന്നുമില്ല, അവന് മറുപടി ഉണ്ടാവില്ല, ഇങ്ങനെ നോക്കുക ചക്കൻ. എന്നാൽ ഞാൻ പറയാം. ഏമണ്ട് പറയാണ്, നമുക്ക് റിനേറയുടെ സപ്പോർട്ട് മെയിൻലാൻഡിൽ വീക്ക് ചെയ്യാം. കാരണം ഡ്രാഗൺസ് അറ്റാക്കിന് മുന്നേ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ ഭാഗത്തായിരിക്കണം. ഇപ്പം നമുക്ക് ഈസിലി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റൂക്രസ്റ്റ്. അവിടെ ആൾക്കാരൊന്നുമില്ല, എളുപ്പത്തിലെടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ ഡ്രാഗൺ സ്റ്റോണിലേക്കുള്ള വഴി വളരെ എളുപ്പമാണ്. അങ്ങനെ ഏമണ്ട് കാര്യമായിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത ലോർഡ് ലാരിസ് ഈ കൗൺസിൽ കഴിഞ്ഞ് നേരെ റാണിയെ കാണാൻ ചെല്ലുന്നു. റാണി കൗൺസിലിലേക്ക് വന്നിട്ടില്ല, റാണിയല്ല രാജതള്ള, അങ്ങനെ വേണമെങ്കിൽ പറയാം. യുവർ ഗ്രേസ്, ഞാൻ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ കൗൺസിലിൽ കണ്ടില്ല. ആലിസന്റ് പറയും, ഞാൻ ചെയ്തൊരു പാവം ഞാൻ കഴുകി കളയുകയായിരുന്നു. ഇന്നലെ കഴുകാനെടുത്ത വെള്ളത്തിരി കൂടിപ്പോയി, അതുകൊണ്ട് വയറിളകി മൊത്തം പണിയായി. എന്താണ് അവിടെ കൗൺസിലിൽ സംഭവിച്ചത്? ലാരിസ് പറയും, ഡീമൻ ഹാരൻ ഹോൾ സീസ് ചെയ്തു. രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏമണ്ടാണെങ്കിൽ ക്രിസ്റ്റനെ മറ്റെങ്ങോട്ടോ പറഞ്ഞുവിട്ടിരിക്കുകയാണ്. ക്രിസ്റ്റൻ ഇപ്പം എല്ലായിടത്തും ജയിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയുണ്ടോ നിങ്ങൾക്ക്? യു വറി ഫോർ ഹിം. ആലിസന്റ് പറയും, ക്രിസ്റ്റൻ ഹാൻഡ് ഓഫ് ദ കിങ് ആണ്, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. ലാരിസ് ചോദിക്കും, മറ്റൊരു ഫീലിങ്സും ഇല്ല? കുഴപ്പമില്ല, അതെന്തേലും ആവട്ടെ. എന്തായാലും നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട ആവശ്യമില്ല, ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആലിസന്റ് പറയും, എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആ സമയത്ത് ഇർലം വാസ് അറ്റ് പീസ്. ഇപ്പോൾ ഒരു ട്രാജഡിക്ക് അടുത്ത ട്രാജഡി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ സുഖദുഃഖങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ലാരിസ് പറയും, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വാക്കുകൾ ഇത്ര വലിയ ഉയർവാക്കുകളായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആലിസന്റ് പറയും, എൻ്റെ ഭർത്താവ് എത്രത്തോളം വയസ്സായിരുന്നു എന്നുള്ളത്, ബുദ്ധിമാനായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്തെ ജനങ്ങളുടെ അവസ്ഥ, അവർക്ക് കിട്ടിയ സമാധാനം കണ്ട് മനസ്സിലാക്കാം. ഹി ന്യൂ ദാറ്റ് ഹിസ് വിസ്ഡം അലോൺ കുഡ് ഓൺലി റീച്ച് സോ ഫാർ. ദ വോയിസ് ഓഫ് ഹിസ്റ്ററി ഗൈഡഡ് വിസേരിസ്. അത് കേട്ട് ലോർഡ് ലാരിസ് ചോദിക്കും, അപ്പം അതുകൊണ്ടാണോ മരണസമയത്ത് അദ്ദേഹം മനസ്സ് മാറ്റിയത്? അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയോ എന്നുള്ള സംശയമുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടോ? അപ്പം ആലിസ് പറയും, അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസിന് ഇനിയൊരു പ്രാധാന്യമില്ല. റെനേറയുടെ സപ്പോർട്ടേഴ്സ് അവർക്കിഷ്ടമുള്ളത് വിചാരിക്കും, അതുപോലെ തന്നെ ഏഗന്റെ സപ്പോർട്ടേഴ്സ് അവർക്കിഷ്ടമുള്ളത് ധരിക്കും. ഈ യുദ്ധം എന്തായാലും നടക്കും, ഒരുപാട് പേര് മരണപ്പെടും. ജയിക്കുന്നത് ആരാണോ അയാളായിരിക്കും രാജകസേരയിലിരിക്കുന്ന. വിസേരിസിന്റെ ഇന്റൻഷൻ അദ്ദേഹത്തിനൊപ്പം മരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ആലിസന്റ് പറഞ്ഞ് ശരിയാണ്, ഇനിയൊന്നും ചെയ്യാനില്ല. യുദ്ധം നടക്കും, ഒരുപാട് പേര് മരിക്കും, ജയിക്കുന്നവന് രാജകസേര. കട്ട് ചെയ്താൽ ഡീമൻ കിടന്നുറങ്ങുന്നു. അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. വീണ്ടും ഇന്നൊരു സ്വപ്നം. വാളുമായി പോകുമ്പോൾ മുന്നിൽ ഏഗൺ, ഒറ്റക്കണ്ണൻ ഏഗൻ പോയിക്കൊണ്ടിരിക്കുക. ആ ഏഗൺ തിരിഞ്ഞ് ഡീമനെ നോക്കുമ്പോൾ അതൊരു ഡീമൻ ഏഗണാണ്. ഒറ്റക്കണ്ണൻ ഡീമൻ. അവൻ തുടർന്നു പോകുക ഡീമനെ. നേരെ ചെന്നെത്തുന്നത് ഈ മന്ത്രവാദിയെ പോലുള്ള പെണ്ണില്ലേ, മരുന്നൊക്കെ ഉണ്ടാക്കുന്ന പെണ്ണിന്റെ മുറിയിലാണ്. നീ ഏതാടി? നിന്റെ പേരെന്താ? ഐ എം കോൾഡ് ആലീസ്. അവളുടെ പേര് ആലിസ് അത്രേ. നിനക്കെന്താ ഇവിടെ ജോലി? മേസ്റ്ററാണോ നീ? മരുന്നൊക്കെ ഉണ്ടാക്കുന്നു. ഞാൻ എങ്ങനെയോ ഇവിടെ വന്ന് പെട്ടതാണ്. പിന്നെ ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്ത് സഹായത്തിന് കൂടി അങ്ങനെ പോകുന്നു മൈ ലോഡ് എന്ന് പറയാ പെണ്ണ്. നിങ്ങൾക്ക് ഉറക്കം തീരെയില്ല എന്ന് കേട്ടു. ഇത് ശപിക്കപ്പെട്ടൊരു ക്യാസലാണ്, ഇവിടെ ഉറക്കധികം കിട്ടില്ല. നിങ്ങൾ ഭാര്യയുമായിട്ട് വഴക്കിട്ടാണോ വന്നത്? നിങ്ങൾ തനിച്ചാണ് വന്നത്? ദേഷ്യമുണ്ട് ഒരുപാട്? അതോ ഭാര്യയെ തള്ളി മാറ്റി സ്വന്തമായ ത്രോൺ കൈക്കലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എടുത്തു വളർത്തിയ കുഞ്ഞ് ഇനി ഈ നാട് ഭരിക്കാൻ പോകുന്നു എന്ന് അസൂയുണ്ടോ? എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ പെണ്ണ്. എന്നിട്ട് അവസാനം ഈ മരുന്ന് കഴിച്ചോളൂ, നിങ്ങൾ ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞൊരു മരുന്നും കൊടുക്കും. ഈ മരുന്ന് കഴിക്കുന്നവന് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചാണാവോ? രാവിലെ കൗൺസിൽ മീറ്റിംഗിലാണ് ആള് ബ്ലാക്ക് വുഡ്സിന്റെ ഒരു ക്യാപ്റ്റൻ ഡീമനെ കാണാൻ വന്നിട്ടുണ്ട്, സർ വില്യം ബ്ലാക്ക്വുഡ്. ഡീമൻ പറയും, എനിക്കൊരു ആർമി വേണം, പക്ഷെ ബ്ലാക്ക് വുഡ്സ് മാത്രം പോരാ, ബറാക്കൺസും ചേർന്ന് വരണം എന്ന് പറയും. ഡീമൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പഴയ ഭാര്യനെ, റിനേറേനെ ഇവരെയൊക്കെ കാണുന്നുണ്ട്. അവൻ കഴിച്ച സാധനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ, ഇപ്പം നോർമലായി. ബ്ലാക്ക് വുഡ്സ് പറയും, ഞങ്ങളുടെ ആർമി നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ ബ്രാക്കൺസിനെ ഒന്നും പിടിക്കാൻ പറ്റില്ല. അവന്മാർ തലവേന പിടിച്ചവന്മാരാ, വർഷങ്ങളായിട്ട് പുള്ളിക്കാരുടെ കൂടെ വഴക്കാണ്. കട്ട് ചെയ്താൽ കിങ്സ് ലാൻഡിങ്. ഏകണാകെ പിരിപോയ അവസ്ഥയിലാണ്. അവൻ ഈ പന്തുരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം പരസ്പരം ഇപ്പടി പണ്ണലാം അപ്പടി പണ്ണലാം എന്ന് പറഞ്ഞ് ചർച്ച. കാസിൽ അപ്പടിയാണ്, ലോഡ് ഇപ്പടിയാണ്. ഇവൻ അവരുടെ സംസാരങ്ങളൊന്നും ഇഷ്ടാവുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ ബോറടിപ്പിക്കുക, വെറുപ്പിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ഇവൻ സ്വന്തം മുറിയിലേക്ക് വരുന്നു. അപ്പം അമ്മയുണ്ടാവും മുറിയിൽ. ഇവിടെ ഇരുന്ന പുസ്തകങ്ങളൊക്കെ എവിടെയെന്ന് അമ്മ മോനോട് ചോദിക്കും. ഞാനതെല്ലാം തൂക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താ? നിനക്ക് വിസ്റ്റം ഇഷ്ടമല്ലേ? നിനക്ക് ബുദ്ധി, അറിവ് കിട്ടുന്ന ഇഷ്ടമല്ലേ?
അതിന് മോനൊന്നും പറയില്ല. അവൻ അപ്സെറ്റാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്താ പറ്റിയത് നിനക്ക്, എന്താണ് കുഴപ്പം? ഏകം പറയും, അവർക്ക് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ ഒരു കുഴപ്പമില്ല. അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാം. ആര്? എന്റെ കൗൺസിൽ ഏമണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ ചിന്തകളെ കുറിച്ച് ചോദിക്കാതെ അവരൊക്കെ തീരുമാനം എടുക്കുന്നു. അപ്പൊ ആലിസന്റെ ചോദിക്കും, എന്തായിരുന്നു നിന്റെ ചിന്തയിലുണ്ടായിരുന്ന തീരുമാനം? അത് പറയും. ഉടനെ അവൻ ദേഷ്യപ്പെടുക, ഞാൻ രാജാവാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമെന്ന്. ആലിസന്റ്, ഒരു കിരീടം ധരിച്ചത് കൊണ്ട് നിനക്ക് വിസ്ഡം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കും മോനെ, നിന്റെ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാർ, കൗൺസിലിൽ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ സീറ്റ്സ് ഏൺ ചെയ്ത് വന്നവരാണ്. നീ മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിരിക്കുക, നിന്റെ ചുറ്റുമുള്ളവർ പറയുന്നത് അനുസരിക്കുക, പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ദിവസം നിന്റെ അച്ഛന്റെ പകുതി കഴിവുള്ള രാജാവെങ്കിലും നീ ആവും. ഉടനെ അവന് അത് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്തു. മൈൻഡ് യുവർ വേർഡ്സ് കെയർഫുള്ളി, ഞാൻ രാജാവാണ്. ഉടനെ അമ്മ പറയും, ഓ നീ രാജാവാണോ? എന്ത് ചെയ്യും? നീ എന്നെ കൊന്നുകളയും, തൂക്കി കൊന്നുകളയും. ഓർ ഹാവ് മീ ബാനിഷ്ഡ്, എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുവോ, അതോ എന്നെ ഓടിക്കോ? നിന്റെ മുത്തശ്ശനെ ഹാൻഡ് ഓഫ് കിങ്ങിന്ന് ഒഴിവാക്കിയതുപോലെ ഐ റൂൾഡ്, ഞാൻ ഭരിച്ചിരുന്നു നിന്റെ അച്ഛന്റെ ആബ്സെൻസിൽ. ഓട്ടോ ഹൈറ്റവർ എത്ര കണ്ണിങ് സ്റ്റേറ്റ് മാനാണെന്ന് നിനക്കറിയില്ല. നീ ഹംബിളായിട്ട് ഞങ്ങളുടെ ഒപ്പീനിയൻസ് എടുക്കാൻ ശ്രമിക്കുക. കൗൺസിലിന്റെയും അതാണ് നീ ചെയ്യേണ്ടത്. നിന്നെ ഈ സീറ്റിലിരുത്താൻ എത്ര ത്യാഗങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നീ അറിയുന്നില്ല. അപ്പൊ ഏകം ചോദിക്കും, ഞാൻ എന്താണ് അമ്മയെ ചെയ്യേണ്ടത്? ഞാനിത് വേണ്ടാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മ പറയും, ഡു സിംപ്ലി വാട്ട് ഈസ് നീഡഡ് ഓഫ് യു, നത്തിങ്. ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു കാര്യം ഏകന് ഇഷ്ടായില്ല. നമ്മുടെ ഈഗോയിൽ തട്ടുമല്ലോ, നിനക്കൊന്നും ചെയ്യാൻ അറിയില്ല, നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? അതാണ് ഏകൺ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് സർ ക്രിസ്റ്റൻ, അവരെ ആർമി ഇപ്പോൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണല്ലോ ഇവർ അറ്റാക്ക് ചെയ്യുക. ഇപ്രാവശ്യം ക്രിസ്റ്റൻ പറയും, നമ്മൾ പകൽ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അത് ആലിസന്റിന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെപ്പോഴും രാത്രിയല്ലേ, ഇന്നത്തെ പകല്, ഇന്ന് അവർ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റൻ ആൾക്കാരോട് പുറപ്പെടാൻ പറയുന്നു. ഈ സമയത്ത് ഡ്രാഗൺ സ്റ്റോണിൽ നമ്മുടെ ചേച്ചി, കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയ ചേച്ചി തിരികെ വരാണ്. എല്ലാവരും അതിശയിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. യുവർ ഗ്രേസ്, നിങ്ങൾ തിരിച്ചെത്തി. ക്രിസ്റ്റൻ കോൾ അവന്റെ ആർമിയായിട്ട് റെയ്ഡ് ചെയ്ത് തുടങ്ങി. പല കാസിലും പിടിച്ചെടുത്തു. മെനി ഡാർക്ക്ലിൻ മെൻ ഡിക്ലെയർഡ് ഫോർ ഏക്കൺ. ഡാർക്ക്ലിൻ അവർ പിടിച്ചെടുത്തു. റിഫ്യൂസ് ചെയ്തവരെല്ലാം തലവെട്ടി കൊല്ലുകയും ചെയ്തു. അപ്പൊ ഈ കൂടെ പോയ റെനേറയുടെ കൂടെ പോയ ലോഡിലെ അപ്പൊ എന്റെ അച്ഛൻ എന്ത് പറ്റി? കാരണം പുള്ളിയുടെ വീട് ഡാർക്ക്ലിനാണ്. വലാരിയും പറയും, നിങ്ങളുടെ അച്ഛനെ അനുസരിക്കാത്തതുകൊണ്ട് കോളിസ് വെട്ടിക്കൊന്നു. മോൻ ചോദിക്കും, ജഹേരിസ് ചോദിക്കും, ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മ എങ്ങോട്ടാണ് പോയത്, എവിടെയായിരുന്നു നിങ്ങൾ? അമ്മ പറയും, ഐ വെന്റ് ടു കിങ്സ് ലാൻഡിംഗ്. എന്തിന്? ക്വീൻ ആലിസന്റുമായിട്ട് സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ. മോൻ ചോദിക്കുകയാണ്, എന്താ അമ്മ ഈ പറയുന്നത്? അവർ നിങ്ങളെ പിടിച്ച് കെട്ടിവെച്ചിരുന്നെങ്കിലോ, അടച്ചു പൂട്ടിയിരുന്നെങ്കിലോ ഞങ്ങളുടെ പ്രതീക്ഷ എന്താവാനാണ്? റെനീറ പറയും, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 80 വർഷത്തിന്റെ സമാധാന ഭരണമാണ് ഞാൻ ഇൻഹെറിറ്റ് ചെയ്ത്. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് മുന്നേ അതില്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, ഒരേ ഒരു ചോയ്സ് എൻ്റെ മുന്നിലുള്ളൂ. ഒന്ന്, എൻ്റെ ക്ലെയിം ഞാൻ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ജഹേരിസ് പറയും, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും റെനേറ. ക്രിസ്റ്റൻ കോള് റോക്ക് ക്രസ്റ്റ് ആക്രമിക്കാൻ വേണ്ടി പോവാണ്. ഡീമന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും വന്നിട്ടില്ല. ഹാരൻ ഹോളിലേക്കാണ് പോകേണ്ടിയിരുന്നത്, പക്ഷെ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. റെനേറയ്ക്ക് സംശയം, എന്തിനാ റോക്ക് ക്രസ്റ്റ്? അങ്ങനെ വഴിമാറി പോകേണ്ട ആവശ്യം എന്താ? അതൊരു സ്മോൾ കൗൺസിലല്ലേ. അങ്ങനെ സ്മോൾ കാസിൽ ആയതുകൊണ്ടാണ് അവന്മാര് അത് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുന്നത്. ആ വഴി ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരികയും ചെയ്യാം. ഇനിയും നമ്മൾ കാത്തിരുന്നൂടാ. നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. വി നീഡ് ടു സെൻഡ് എ ഡ്രാഗൺ മദർ. എന്താ ചെയ്യേണ്ടതെന്ന് ജഹേരി ചോദിക്കും. റെനീറ പറയും, എന്റെ ശ്രദ്ധയും എന്റെ പേഷ്യൻസും ഒരുപാട് പേര് വീക്ക്നെസ് ആയിട്ട് കണ്ടു. അതങ്ങനെയല്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഞാൻ തന്നെ പോകാം എന്റെ ഡ്രാഗണുമായി. ഇതിന് ചേരുന്നത് ഞാനാണെന്ന് റെനീറ പറയുമ്പോൾ മകൻ പറയും, അമ്മയെ വിടാൻ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ അമ്മയിലാണ്. അതില്ലാതാക്കാൻ കഴിയില്ല. സെൻഡ് മീ, എന്നെ വിടും, ഞാൻ പോകാം എന്റെ ഡ്രാഗണുമായിട്ട്. അമ്മ പറയും, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, നീ പോയാൽ ശരിയാവില്ല. അപ്പോഴാണ് റെയ്നീസ് മുന്നോട്ട് വരുന്നത്. യു മസ്റ്റ് സെൻഡ് മീ യുവർ ഗ്രേസ്. ഞാനാണ് അവിടെ പോകേണ്ടത്. ഞാൻ ബാറ്റിലിന് സ്ട്രേഞ്ചർ അല്ല, എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ കോളിനെ കാണാം. ഐ വിൽ മീറ്റ് കോൾ. അവനെ ലാൻഡിൽ വെച്ച് ഞാൻ കാണാം. എന്റെ ഗ്രേസിന്റെ ശക്തി ഞാനല്ല കാണിച്ചു കൊടുക്കേണ്ടത്. റെയ്നിസ് തന്നെയാണ് ഈ ജോലിക്കുള്ള ശരിയായ കാൻഡിഡേറ്റ് എന്ന് റെനീറയ്ക്ക് അറിയാം. റെനീറ സമ്മതിക്കുന്നു. റെയ്നിസ് ചിരിച്ചുകൊണ്ടൊരു പോക്കാണ്. ഈ സമയത്ത് ഏഗൺ മണ്ടനാണെന്ന് അമ്മ പറയാതെ പറയുകയും ചെയ്തു. അവന് ഇരിക്കപ്പുറതില്ല, അവനിപ്പോൾ പ്രവർത്തിക്കണം. കുറെ കള്ളും കഞ്ചാവും കുടിച്ചിട്ടുമുണ്ട്. അവൻ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഈ യുദ്ധത്തിന് ഞാനും പോണെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. ഇപ്പൊ ജഹേരിസ് അമ്മയെ കണ്ട് ഇവിടെ ഡ്രാഗൺ സ്റ്റോണിൽ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്റെ തെറ്റാണ്. എന്നെ എന്തുകൊണ്ട് ഒന്നിനും ചേർക്കുന്നില്ല അമ്മ?
അപ്പം അമ്മ മകനോട് പറയും, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ജെയ്സ്, വാ, ഞാൻ നിന്നോട് നേരത്തെ ആ കാര്യത്തെക്കുറിച്ച് പറയണമായിരുന്നു. നീ ത്രോണിന് അവകാശിയായ സമയത്ത് തന്നെ പറയണമായിരുന്നു. അതൊരു സീക്രട്ടാണ് വിസേരിസ് എന്നോട് പറഞ്ഞത്. ഒരു അവകാശി മറ്റൊരു അവകാശിയോട് പറയുന്ന സീക്രട്ട്, കിങ് ഹെയറിനോട് പറയുന്ന സീക്രട്ട്, ഏഗൺ കോങ്കറിന്റെ ആ കാലഘട്ടം മുതൽ. ഈ കഥ അമ്മ പറയുന്ന സമയത്ത് റേനിസ് ഇവിടെ തന്റെ ഡ്രാഗൺ എടുത്ത് പുറപ്പെടുന്നുണ്ട്, അവിടെ ഏഗൺ തന്റെ ഡ്രാഗൺ എടുത്ത് പുറപ്പെടുന്നുണ്ട് യുദ്ധകളത്തിലേക്ക്. അമ്മയുടെ കഥ വീണ്ടും തുടങ്ങും. ദ ടാർഗേരിയൻ ഹൂ സിറ്റ്സ് അയൺ ത്രോണിലിരിക്കുന്ന ടാർഗേരിയൻ, അയാൾ ഒരു രാജാവോ റാണിയോ അല്ല, ഒരു പ്രൊട്ടക്ടറാണ്. പ്രൊട്ടക്ടർ ഓഫ് ദ റിലം. ഈ 7 കിങ്ഡംസും യുണൈറ്റ് ചെയ്ത് ലീഡ് ചെയ്യാനുള്ള അധികാരി, അതിനെ ബലപ്പെടുത്താനുള്ള അധികാരി, അതിനെ ഒത്തുകൂട്ടാൻ ഉള്ള അധികാരി. വിസേരിസ് അതിനു വേണ്ടിയിട്ടാണ് എന്നെ ചൂസ് ചെയ്തത്. എനിക്കടുത്തത് നീയായിരിക്കും. ഇതിങ്ങനെ പറയുമ്പോൾ ആ ചെറിയ ക്യാസിൽ ആക്രമിക്കാൻ നൂറ്റിക്കണക്കിന് ആൾക്കാരും വന്നിട്ടുണ്ട്. ഒരു മുത്തപ്പൻ ക്യാസിലിന്റെ മണ്ടേന്ന് ദൈവമേ ഇത്രയും പേരെ ഞാൻ എങ്ങനെ പോരാടുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റൻ തന്റെ പടയുമായി മുന്നോട്ട് വരുന്നു. അപ്പോഴാണ് റെനേറയുടെ ഡ്രാഗൺ ക്യാസിലിൽ നിന്ന് പറന്നുയർന്നു. റെനേറ തന്റെ മകനോട് പറയും, ഇത്രയും നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ, സമാധാനം കിട്ടാൻ, യുദ്ധം സംഭവിക്കാതിരിക്കുമോ അതിനുള്ള വഴിയുണ്ടോ എന്ന് നോക്കിയതാണ്. പക്ഷെ ഇപ്പോ അതേ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഞാൻ എൻ്റെ ഡ്രാഗൺസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏഗോൺ ദ കോൺഗ്രസ് ഡ്രീം. ആ ഡ്രീമിനെ ഏഗൺ വിളിച്ചിരുന്നത് ദ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നാണ്. ഇതമ്മ പറഞ്ഞു തീരുമ്പോൾ ഇവിടെ ആ ക്യാസിലുള്ള ആൾക്കാർ ആദ്യം പാവം ഡാർക്ക്ലിൻ പടയാളികളെ അമ്പെയ്ത് കൊല്ലുകയാണ്. അവരെയാണ് കോളിന്റെ പടം മുൻനിർത്തിയിരിക്കുന്നത്. അവർ കുറെ അമ്പെയ്ത്തൊക്കെ കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഡ്രാഗണെ കാണുന്നത്. ഡ്രാഗണെ കണ്ട് എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങും. ഇപ്പൊ ഗ്വെയിനില്ലേ, ആലിസന്റിന്റെ സഹോദരൻ, എടാ നീ എങ്ങോട്ടാടാ ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ഡ്രാഗൺ വന്നിരിക്കുന്നു, ഇനി എങ്ങനെ മനുഷ്യരെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്നവൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഡിവൈഡഡ് ആയിട്ട് ഓടാൻ പറയും. എന്നാൽ ക്രിസ്റ്റൻ കോള് ചില രഹസ്യ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവൻ സിഗ്നൽ കൊടുക്കും, രണ്ടുപേര് അമ്പെയ്യുന്നുണ്ട്. ഈ അമ്പെയ്ത് കാണുമ്പോൾ മറ്റൊരുത്തൻ പി ഊതും. ഈ പി ഊതുമ്പോഴാണ് കാടിനകത്ത് നിന്ന് ഒരനക്കം സംഭവിക്കുന്നത്. അതെന്താണെന്ന് കാണുന്നതിന് മുന്നേ ഇവിടെ അക്ക റേനിസ് ക്യാസിലിന് സഹായം എത്തിക്കഴിഞ്ഞു. ക്യാസിലിനെ ആക്രമിക്കുന്ന ആ പട്ടാളക്കാരെയെല്ലാം തീ തുപ്പി അവൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൈലാണ് ആ സീൻ കാണാൻ. അപ്പൊ ഈ ക്രിസ്റ്റൻ കോൾ ഒളിച്ചു വെച്ച കാര്യം എന്താന്ന് വെച്ചാൽ, കാടിനുള്ളിൽ വേഗാർ, ഏമണ്ട് വേഗാറുമായിട്ട് കാത്തിരിപ്പുണ്ട്, ഒളിച്ചിരിപ്പുണ്ട് അവൻ. ആ പെരുത്ത ഡ്രാഗണുമായിട്ട് കറക്റ്റ് സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒറ്റ കാണാൻ. ഈ നേരം തന്നെ പ്രാന്തൻ രാജാവ് അവൻ കുറെ വെള്ളം അടിച്ച് ഫിറ്റടിച്ചിട്ട് ഡ്രാഗണുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീപ്പൊരിക്കളത്തിലേക്ക്. റേനിസ് ആണെങ്കിൽ എല്ലാ പട്ടാളക്കാരെയും പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പണ്ട് ഡ്രാഗൺ ഒച്ച വെച്ച്, രാജാവിന്റെ ഡ്രാഗൺ ഒച്ച വെച്ച് കയറി വരികയാണ്. കോള് ഞെട്ടിപ്പോ, ഇതെന്താ സംഭവിക്കണമെന്ന് അവന് മനസ്സിലാവില്ല. എന്നാലും ആ സമയം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവൻ എല്ലാ പട്ടാളക്കാരുടെയും മുന്നിലേക്ക് ഓടിച്ചെന്ന്, ഇതാ രാജാവ് തന്നെ നേരിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി പോർക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇനി എന്തിനു ഭയപ്പെടണം, എല്ലാവരും പോരെടുക്കാൻ വരുമെന്നും പറഞ്ഞ് പട്ടാളക്കാരെല്ലാം ഉഷാറാക്കി കളത്തിലേക്ക് ഇറക്കും. നമ്മുടെ അക്കയാണെങ്കിൽ, റേനിസ് ആണെങ്കിൽ രാജാവിന്റെ പക്ഷീനെ കാണുമ്പോൾ തന്റെ പരുന്തിനോട് മെലീസ് അറ്റാക്ക് എന്നും പറയും. ഈ ചെറുക്കിന് വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇവൻ ദൂരെ നിന്ന് തന്നെ ഡ്രക്കാരിസ് എന്നും പറഞ്ഞ് തീ തുപ്പിക്കൊണ്ട് പോവാണ്. അവന് നേരെ ഫൈറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഈ തീയൊക്കെ കെട്ട് കഴിയുമ്പോഴാണ് ഈ ചേച്ചിനെ കാണുന്നില്ല. അവനിങ്ങനെ അന്താളിച്ച് നോക്കുമ്പോൾ മേലേന്നൊരു ചാട്ടാണ്. മേലിസ്, റേനിസിന്റെ ഡ്രാഗൺ ഇനിയും വലിപ്പം കൂടുതലായി ഈ ചെറുക്കന്റെ കുഞ്ഞു ഡ്രാഗണേക്കാളും. അത് ഈ കുഞ്ഞു ഡ്രാഗന്റെ നെഞ്ചൊക്കെ പറിച്ച് മാന്തി പൊളിച്ചു കളഞ്ഞു. വലിയ പരുക്കോടെ ഈ സാധനം നിലത്തേക്ക് വീഴാൻ വേണ്ടി വരുവാണ്. താഴേക്ക് വീഴാൻ എത്തുമ്പോഴേക്കും ഉള്ള ജീവനം കൊണ്ട് വീണ്ടും അത് പറന്ന് മുകളിലേക്ക് കയറും. അപ്പണ്ട് അക്ക വീണ്ടും അതിന്റെ ചിറകി കടിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. ഈ സമയത്ത് നമ്മുടെ ക്യാസിലുള്ള ലോഡുമാരും പിക്കള പട്ടാളക്കാരന്മാരും കാടിനകത്ത് പതേന്നും പറഞ്ഞ് എന്തൊക്കെയോ സാറേ എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്നും പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോഴാണ് പെരുത്ത ഒരു ചിറകൊക്കെ ഓട്ടയായ വേഗാർ, ദിനോസറിന്റെ അത്രയും വലുപ്പമുണ്ട്, ദിനോസറിനേക്കാളും വലുപ്പമുണ്ട്. എൻ്റെ പൊന്നേ, അതിങ്ങനെ പറന്നു വരാം. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള രണ്ടും പൊടിസുകളാണ്. ഒറ്റക്കണ്ണൻ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന കണ്ട് അവരടുത്തേക്ക് വന്ന് ഡ്രക്കാരിസ് എന്ന് പറയും. അവൻ ആരെയാ ഒരുക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായില്ല. സംഭവം തീ കൊള്ളാൻ പോകുന്നത് ഏഗണ് തന്നെയാണ്. അതും വലിയ ഡ്രാഗന്റെ തീയല്ലേ. നമ്മുടെ അക്ക ഡ്രാഗണും കൊണ്ട് പറന്ന് രക്ഷപ്പെട്ട് കളയും. ആ തീ മൊത്തം ഏൽക്കുന്നത് ഏഗന്റെ ഡ്രാഗണാണ്. അത് ഓൾറെഡി കൊച്ചു ഡ്രാഗൺ കുറെ മാന്തിപ്പൊളിയും കഴിഞ്ഞ് തീയും ഏറ്റു കഴിഞ്ഞപ്പോൾ അതിന്റെ കഥ അവസാനിച്ചു. അത് കാട്ടിലേക്ക് അടിച്ച് വീഴാണ്, ചത്ത് വീഴാണ്. ഒരു ഡ്രാഗൺ ചത്തു കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരിയുടെ കാര്യം പറയണ്ടല്ലോ. ഏഗന്റെ അവസ്ഥ എന്തായി എന്നറിഞ്ഞില്ല. ഇപ്പൊ മെലീസുമായി റേനിസ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരടി കഴിഞ്ഞു ഈ ചേച്ചി തിരിച്ചു പോകും എന്ന് വിചാരിച്ചാൽ ഇല്ല, ഒരു പോരാളി യുദ്ധം കഴിയാതെ തിരിച്ചു പോകില്ലല്ലോ. പൊക്കൂടെ ചേച്ചി രക്ഷപ്പെട് എന്ന് നമ്മൾ പറയും മനസ്സുകൊണ്ട്. എന്നാൽ പോർക്കളത്തുനിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല. അത് റാണിക്കും തൻ്റെ സ്വന്തം പേരിനും അപമാനമായിട്ടല്ലേ വരുള്ളൂ. പിന്തിരിഞ്ഞ് ഓടില്ല. അത്രയും വലിയ വേഗാറിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യും? എനിക്കൊന്നും അറിഞ്ഞില്ല പൊന്നെ. എന്തായാലും അക്ക അവിടെ വിട്ട് പോകുന്നില്ല, തിരിച്ചു വരികയാണ്. മെലീസ് അറ്റാക്ക്. ആ പെരുത്ത ഡ്രാഗണുമായിട്ട് വീണ്ടും പോരിടാൻ പോവാണ്. മെലീസ് അറ്റാക്ക്.
അക്കടെ ഡ്രാഗൺ തിരിച്ചു വരുന്നത് ഏഗണ് മനസ്സിലായി. അവനും പറക്കം തിരിഞ്ഞ്. അതിൽ ഒരെണ്ണം കഴുകന്റെ വലുപ്പവും ഒരെണ്ണം ചിട്ടുക്കുരുവിന്റെ വലുപ്പവും പിന്നെ പറയണ്ടല്ലോ. എന്നാൽ മെലിസ് ഒന്നുകൂടെ ഫാസ്റ്റാണ്. ഈ വേഗാർ പെരുത്ത സൈസാണെങ്കിലും ഫാസ്റ്റാണ്. മെലിസ് തെന്നി മാറാൻ നോക്കവേ വേഗാർ അതിന്റെ കാലുകൊണ്ട് ഇതിനെ പിടിച്ചു കളയും. എന്നിട്ട് തീ തുപ്പുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് മെലിസ് ഇതിന്റെ നെഞ്ചത്തും വയറിലൊക്കെ മാന്തി വേഗാറിനെ പരിക്കേൽപ്പിക്കും. ഇതുകൾ രണ്ടും പിടി കൊടുക്കുന്നില്ല മുഴുവനായിട്ട്. ഇതുകൾ രണ്ടും അടിച്ചു ഇടിച്ചും വേഗാർ നിലത്തേക്ക് അടിച്ചു വീഴുന്നുണ്ട്. മെലിസ് വീഴില്ല. വേഗാറിന് അത്യാവശ്യം പരുക്കൾ പറ്റി. അത് നടക്കുമ്പോൾ തന്നെ കുറെ പട്ടാളക്കാരെ കൊന്നുകളയും. ഭൂമി കുലുങ്ങുന്നുണ്ട് അത് നടക്കുമ്പോൾ. ശരി, ഒരടി അടിച്ചില്ലേ? അടിച്ചു കഴിഞ്ഞ് അക്ക മെലിസുമായി തിരിച്ച് പറന്നു പോവോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഷീസ് റെഡി ടു ഡൈ. രണ്ടും കൽപ്പിച്ചാണ് അക്ക വന്നിരിക്കുന്നത്. വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ പറക്കാണ്. ഇപ്രാവശ്യം പറന്നു വരുമ്പോൾ ഈ കാസിലിന് പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വേഗാർ. ഒളിച്ചിരുന്നുള്ള അറ്റാക്ക് അത്ര രസമുള്ള കാര്യമല്ല. എന്നാലും നാണം കെട്ട ടീമല്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒളിച്ചിരുന്ന് മെലിസിന്റെ കഴുത്തി കടിച്ചു പിടിച്ച് മുകളിലേക്ക് പറക്കും. അങ്ങനെ ഒരുപാട് നേരം കടിച്ചു പിടിച്ച് തല തന്നെ ഏകദേശം തുണ്ടാവുന്നുണ്ട്. വെന്ത് പഴുക്കുന്നുണ്ട്. മെലിസ് ചത്തു. മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകുമ്പോൾ തന്നെ മെലിസ് ചത്തു കഴിഞ്ഞു. പിടിവിടുമ്പോൾ ആ ഡ്രാഗൺ റൈഡറുമായിട്ട് താഴേക്ക് അടിച്ച് വീഴാണ്. അക്ക ചെറിയൊരു ചിരിയോടെ ആ മരണം സ്വീകരിക്കുന്നു. ഡ്രാഗൺ കാസിലിന്റെ പുറത്തേക്ക് അടിച്ചു വീഴും. ഒറ്റക്കണ്ണൻ അഭിമാനത്തോടെ എന്നൊരു പുച്ഛഭാവം കാണിച്ചിട്ടാ പോകുന്നു. അവന്റെ പെരുത്ത ഡ്രാഗണ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്റ്റൻ കോൾ അവന് ബോധം വന്ന് എഴുന്നേൽക്കുമ്പോൾ ചുറ്റും മൊത്തം ചാമ്പലേ കാണുള്ളൂ. ഒരു ബടൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആ ബടൻ കരിക്കട്ടയായി പൊടിഞ്ഞുപോയി. മൊത്തം ഒരു ശ്മശാനത്തിൽ ചെന്ന അവസ്ഥയാ. ഒന്നുമില്ല, എല്ലാം കരിഞ്ഞ് നിലംപരിശായി. സോ ഡ്രാഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് കോളിന് മനസ്സിലാവുന്നത്. അവൻ രാജാവ് എവിടെയെന്നും പറഞ്ഞ് കാട്ടിലേക്ക് പോവാണ് രാജാവിനെ തപ്പി. അപ്പൊ ഏമണ്ട് വലിയ വാളായിട്ട് പോകുന്നുണ്ട്. ക്രിസ്റ്റന് മനസ്സിലായി ഏമണ്ട് ഏഗണം തട്ടാൻ പോവാണെന്ന്. ക്രിസ്റ്റൻ കോള് ദൂരേന്ന് വിളിച്ച് പറയും, ഏമണ്ട് നീ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പൊ ഏമണ്ട് തന്റെ വാള് തിരിച്ച് ആ സഞ്ചിക്കാതെ തന്നെ വെച്ചിട്ട് ചെറിയൊരു ഡാഗർ ഇല്ലേ, ഏഗന്റെ കയ്യിലുണ്ടായിരുന്ന ഡാഗർ, രാജാവിന്റെ ഡാഗർ, അത് താഴെ കിടപ്പുണ്ടാവും. അതെടുത്ത് അവൻ കൈ വയ്ക്കും. അപ്പൊ കോള് ചോദിക്കും രാജാവ് എവിടെയെന്ന്. ആ ചത്തടക്കുന്ന ഡ്രാഗണെ കാണിച്ചിട്ട് അതിന്റെ അകത്തുണ്ടെന്ന് പറയും ഏമണ്ട്. രാജാവ് അതിന്റെ അകത്ത് കരിഞ്ഞുരുകി കിടക്കുകയാണ്. ചത്തോന്നുള്ള അറിയില്ല. അവിടെ വെച്ച് ഈ അടിപൊളിയായ 4ാമത്തെ എപ്പിസോഡും കൂടി അവസാനിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? 5-ൽ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാത്തിരിക്കുക. 5 ഓടി വരാം. ഇപ്പൊ ടട്ട ബൈ ബൈ.